ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. അപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ വീടൊക്കെ വെച്ചിട്ട് കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങുന്നത് ഇതുവരെ എന്ന സാഹചര്യം ഒത്തില്ല. അപ്പൊ നമ്മള് ഇപ്പം സോളാർ വെച്ചിട്ടുണ്ട്, ഒരു 3 കിലോവാട്ട് സോളാർ വെച്ചു. ഇപ്പൊ ഒരു 3-4 ദിവസമായി പ്രൊഡക്ഷൻ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇനി നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കറണ്ടൊക്കെ യൂസ് ചെയ്യാം. ബാലൻസ് ഉള്ളത് നമുക്ക് എസ് കൊടുക്കാം. അപ്പൊ പിന്നെ നമുക്ക് ചെറിയൊരു ഇൻകം ആവും സൈഡായിട്ട്. അപ്പൊ നമ്മൾ ഓർത്തു നമുക്കൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാന്ന്. അങ്ങനെ ഞാൻ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ച്. അപ്പൊ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. മുന്നമേ പറയട്ടെ, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല ഇത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സോ ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ. ഐബിളിന്റെ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇത് വാങ്ങാനുള്ള റീസൺ, എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. 1 ഇയർ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ തപ്പിയപ്പോൾ നമുക്ക് ആമസോണിൽ ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ കൂടാതെ നമുക്ക് ക്രെഡിറ്റിൽ, ചാച്ചന്റെ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം 2500 അടുപ്പിച്ചുള്ള ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ആണിത്. ഇത് നമുക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 1400 രൂപയ്ക്കാണ് നമ്മൾ ഈ ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ ഈ കമ്പനി നമുക്കൊരു 2 ഇയർ വാറന്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടും കൂടിയാണ്, നല്ലൊരു പ്ലസ് പോയിന്റ് ആണത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ. അപ്പൊ നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ എന്താണ് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് പ്രൊഡക്ട്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, ഇത് കണ്ടോ നിങ്ങള്. അപ്പൊ നമുക്ക് ഈ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2000 വോൾട്ട് പവർ ഉണ്ട് ഇതിന്. പിന്നെ ഇതിന്റെ ഒരു മെറ്റൽ ബേസ്ഡ് സേഫ്റ്റി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ആണ്. പിന്നെ LED ഡിസ്പ്ലേ ആണ്. ഹൈ ക്വാളിറ്റി ഗ്ലാസ് ഒക്കെയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാനിത് ടച്ച് അല്ല ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളിപ്പോ എല്ലാവരും ചിന്തിക്കും ബട്ടനെ കാട്ടി എന്തുകൊണ്ടും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ടച്ചബിൾ തന്നെയാണ്. പക്ഷെ ഞാനത് ഇപ്പോൾ ഞാൻ ശരിക്കും യൂസ് ചെയ്യാത്ത റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബ വീട്ടില് ശരിക്കും പറഞ്ഞാല് ബട്ടന് പകരം ടച്ച് ആയിരുന്നു. അപ്പം പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഈ ടച്ച് കുറെ നാൾ കഴിയുമ്പോൾ ബബിൾസ് ഒക്കെ, തണുപ്പ് കാലത്തേക്ക് ബബിൾസ് ഒക്കെ കയറുമ്പോൾ നമ്മൾ എത്ര ടച്ച് ചെയ്യാൻ നോക്കിയാലും അത് വർക്ക് ആവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ അതിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പം ബട്ടൺ ചൂസ് ചെയ്തത്. പിന്നെ നമുക്കിത് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടായിട്ട് തന്നെ അഥവാ എന്തെങ്കിലും പ്രശ്നമായാലും നമുക്ക് അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം. ടച്ച് നമുക്ക് എന്തെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ടച്ചിങ് വർക്കിംഗ് ആവാതെ വരുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്കിതൊന്ന് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈശ്വര, ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിൽ ബട്ടൺ ആണുള്ളത്. ഇത് നമ്മുടെ ടൈമർ. ഇത് ടെമ്പറേച്ചർ അപ്പും ഡൗണും നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിജിറ്റൽ ആണ്. ടെമ്പറേച്ചർ അപ്പ് ഡൗൺ കാണിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡിജിറ്റൽ കാണിക്കും. പിന്നെ ഇത് ഫങ്ഷൻസ് ആണ്, നമുക്ക് കുക്കിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഓൺ ഓഫ്. പിന്നെ ഇതാണ്ട് എക്സ്ട്രാ വാറണ്ടി. ഞാൻ പറഞ്ഞു നോർമലി നമുക്ക് 1 ഇയർ വാറണ്ടി ആണുള്ളത്. പക്ഷേ ഇപ്പം 1 ഇയർ എക്സ്ട്രാ വാറണ്ടിയാണ്. വാറണ്ടി കാർഡാണ് ഇവിടെ ഉണ്ടായത്. സോ നമ്മുടെ ബഡ്ജറ്റ് ബൈ ആണ്. ഒരു ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് 1500 ഒരു ഇൻഡക്ഷൻ സ്റ്റൗ പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓഫീസിലൊക്കെ ആയാലും പെട്ടെന്ന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അധികം പൈസ ആകുന്നില്ല. സോ അത് മാത്രമല്ല, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ 1 ഇയർ യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നവും ഇതുവരെ എൻ്റെ ഫ്രണ്ടിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത്. പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്കിനി ഫങ്ഷൻസ് നോക്കിയാലോ, ഓണാക്കി നോക്കിയാലോ. അതാണ് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം.
ഓക്കെ. ഓൺ ബട്ടൺ ഞെക്കി കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ഫംഗ്ഷൻ ബട്ടൺ ഞെക്കുക. അപ്പോൾ ഓൾറെഡി ടെമ്പറേച്ചർ 2000 കാണിക്കും. നമുക്കിവിടെ അപ്പും ഡൗണും ഓപ്ഷൻ ഉണ്ട്. ഡൗൺ ആക്കി കഴിഞ്ഞാൽ 200 വെച്ചിട്ടാണ് ചേഞ്ച് ആവുന്നത്. 1700, 1600 പ്ലസ് ആയാലല്ല. ടൈമർ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം തിളച്ചത് വലിയ നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിന്റെ ബബിൾസ് ഒക്കെ മേപ്പോട്ട് വരുന്നുണ്ട് കണ്ടോ. ഓക്കെ, ഇത്രയും മതി. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇതാ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഉടനെ എല്ലാവരും സാധാരണ ചെയ്യുന്നത് ഓഫ് ചെയ്ത ഉടനെ നമ്മൾ പവർ ബട്ടൺ ഓഫ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഇപ്പോഴും നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ഓൺ തന്നെയാണ്. അപ്പം ഇതിന്റെ ഒരു സൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാമോ അറിയില്ല. കണ്ടോ ഈ ഒരു ഫാനിന്റെ സൗണ്ട്. ഈ ഫാനിന്റെ സൗണ്ട് ഒരു മിനിറ്റ് കൂടി പോയി 2 മിനിറ്റിനുള്ളിൽ തന്നെ ഓഫ് ആകും. ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പവർ ബട്ടൺ ഓഫ് ചെയ്യാവൂ. നമുക്ക് വെയിറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടി. നിങ്ങളുടെ അച്ചിക്കുഞ്ഞിന് കണ്ടു. അച്ചിക്കുഞ്ഞിന് മുട്ടയടിച്ചു. മുട്ടയല്ല, മുടി പറ്റ വെട്ടിട്ടല്ലേ. വെള്ളിലോട്ട് മുട്ട അടിച്ചല്ലേന്ന്. ഫ്രണ്ട് വെട്ടണം. ആ ഫ്രണ്ട് അല്ല, ബാക്ക് എന്ന് ഉദ്ദേശിച്ചു. ആ ബാക്ക് വെട്ടണം. ആ പിന്നെ വരയ്ക്കണം. സൈഡ് 2 വരയ്ക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സൗണ്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് പവർ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്. അനിമൽ ബഡ്ജറ്റ് ബൈ ആണ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുറഞ്ഞ പൈസക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. സോ ഓഫർ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് ഓഫർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാർഡിന്റെ സ്പെഷ്യൽ ഓഫർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വാങ്ങാം. ഞാൻ ഇത് വാങ്ങിച്ചത് 1400 2500 പ്രോഡക്റ്റ് ആണ്. സോ ഈ പൈസക്ക് ഇത് വർത്ത് ആണ് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടി ബ്ലോഗ് അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.